ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇതാ മുട്ട പുഴുങ്ങാനൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറി വെക്കാനാണ് വിചാരിക്കുന്നത്. സവാളയ്ക്ക് നല്ല നീറ്റലുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം കണ്ണൊക്കെ അടച്ച് വെച്ചാണ് സവാളയൊക്കെ അരിഞ്ഞത്. പിന്നെ നമ്മളെ വീട്ടമ്മമാർക്ക് കണ്ണടച്ച് വെച്ച് അരിയാനൊക്കെ പറ്റുമല്ലേ. നമ്മൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലേ. അപ്പോൾ ഞാൻ എന്താ മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുവാണേ. അപ്പോൾ ഇതാ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ അടച്ച് വെക്കുന്നുണ്ടേ. അപ്പം മുട്ട ഏകദേശമൊക്കെ വെന്ത് കിടക്കുകയാണ്. ഇനി തണുക്കുമ്പോൾ നമുക്ക് പൊളിച്ചിടാം. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി കട്ടൻ ചായ കൂടി. ഇത് കുടിച്ചെങ്കിലേ ഇനി കുറച്ച് ഉഷാറൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ കറിയൊക്കെ ഇതാ റെഡി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ടയൊക്കെ പൊളിച്ചിടുവാണേ. നമ്മുടെ ഈ നാടൻ മുട്ട പൊളിക്കുമ്പം കുറച്ച് ഈ മാംസം കൂടെ ഇളകി വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരുവിധം എല്ലാം പൊളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കഞ്ഞിക്കുള്ള അരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ മുട്ടക്കറി വെച്ചത് പ്രധാനമായിട്ടും ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. പക്ഷേ നല്ലൊരു പണി കിട്ടി കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കി മോൾക്ക് ഉള്ളിക്കറിയും കൂട്ടി മുട്ടക്കറിയും കൂട്ടി കൊടുത്തപ്പോൾ അവൾ ഒരു വാ വെച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചി ഇതിന് ഭയങ്കര പുളിയെന്ന് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞ സാധനം കേടായിപ്പോയി. പിന്നെ പെട്ടെന്ന് അവൾക്ക് സ്കൂളിൽ പോകാൻ നേരെ അവൾ പെട്ടെന്ന് അവൾക്ക് തന്നെ മാഗി ഉണ്ടാക്കി അവൾ കഴിച്ച്. പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് ഗോതമ്പ് മാവ് നനച്ചിട്ട് പുട്ട് ഉണ്ടാക്കി. അപ്പോൾ മുട്ടക്കറിയും കൂട്ടി അവൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാമല്ലോ. അങ്ങനെ എന്തായാലും അവൾ സ്കൂളിൽ പോയി. പിന്നെ ഞാൻ മീൻ കറി വയ്ക്കാനായിട്ടുള്ള ചൂരയൊക്കെ എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ടാപ്പിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ മീൻ വെട്ടൽ ഇക്കായി ഏൽപ്പിച്ചു കേട്ടോ. അപ്പം ഞാൻ മീൻകറി ഇതാ അടുപ്പിലാക്കി. നമ്മളെ സെറ്റായി മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ. പിന്നെ അതാ ഇക്കാക്ക് കാപ്പിക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണല്ലോ വിചാരിച്ചത്. പിന്നെ അത് പാളിപ്പോയല്ലോ. പിന്നെ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കപ്പ കുഴച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അതാ തേങ്ങ, മഞ്ഞൾപ്പൊടി, അതുപോലെ കാന്താരി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കപ്പയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കപ്പയിൽ നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന പരിപാടി എനിക്ക് കുറച്ച് പാടുള്ള പരിപാടിയാണ്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മിക്സ് ചെയ്ത് എടുക്കും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇക്കയുടെ ഉമ്മായൊക്കെയാണ് ഇത് രാവിലെ അവർ കാപ്പിയായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടത് കേട്ടോ. നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ ഉമ്മച്ചിയൊക്കെ ചോറിൻ്റെ കൂടെയാണ് സാധാരണ ചക്ക, കപ്പ ഇങ്ങനെയുള്ളതൊക്കെ കുഴച്ച് വെച്ച് നമ്മൾ ചോറും മീൻകറിയും ഇതൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ ഇക്കയുടെ വീട്ടിൽ പോയതിന് ശേഷം അവരിങ്ങനെ രാവിലെ ഇതേപോലെ കപ്പ വെച്ചതും മീൻകറിയും മോരുകറിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കും കേട്ടോ. പക്ഷേ എനിക്കിപ്പോഴും ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. എന്തായാലും തൈക്കാക്കുള്ള കപ്പയൊക്കെ എടുക്കുവാണേ. പിന്നെ ഞാനും ഇത് തന്നെയാണ് കഴിച്ചത്, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതാ കപ്പയും മീൻകറിയൊക്കെ വിളമ്പി എടുക്കണം കേട്ടോ. നല്ല ചുരക്കറിയായിരുന്നു കേട്ടോ. എൻ്റെ ഇക്ക കുറേ നാൾ കൂടിയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ചൂരമീൻ തേങ്ങ അരച്ച് കഴിക്കുന്നത് കേട്ടോ. ഇവരൊക്കെ പുളിമുളകിൻ്റെ ആൾക്കാരാണ്. ഇപ്പം ഞാൻ തേങ്ങ അരച്ച് വെച്ചപ്പോൾ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.